നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലത്ത് കാട്ടിൽ മേൽക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ വൃശ്ചികമായിട്ട് ഇവിടെ ഉത്സവം നടക്കുകയാണ്. നല്ലൊരു ജനത്തിരക്കാണെന്ന് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരാഗ്രഹം വിചാരിച്ച് ഇവിടെ വന്ന് ഒരുപാട് പേര് ഇവിടെ മണികെട്ടാറുണ്ട്. അപ്പോൾ മണികെട്ടമ്പലം എന്നാണ് പണ്ട് തൊട്ടേ ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. നമ്മുടെ കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ശങ്കരമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് കയറി വരുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം. കടത്തൊക്കെ കടന്നാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാനുള്ള ആ ഒരു യാത്ര എന്നൊക്കെ പറയുന്നത് നല്ല മനോഹരമാണ്. നല്ല മനോഹരമായ കായലിലൂടെ നമ്മൾ ഒരു വണ്ടിയിൽ ഒരു കായലിലെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കടത്തൊക്കെ കടന്ന് ഇങ്ങനെ വരെ. ഇവിടെ ജങ്കാറും ഉണ്ട്, ഫ്രീ ആണ് തികച്ചും ഈ ഒരു സർവീസൊക്കെ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഈ ഒരു ക്ഷേത്രത്തിൽ വരാം, വന്ന് മണികെട്ടാം, കാഴ്ചകളൊക്കെ കാണാം, വൃശ്ചികോത്സവം അടിച്ചു പൊളിക്കാം. നമുക്ക് ഏതായാലും ഇവിടുത്തെ ഉത്സവ കാഴ്ചകളും എല്ലാം കാണാം. മാത്രമല്ല ഇവിടുത്തെ ഒരു ഉത്സവത്തിന് പ്രത്യേകതയുണ്ട്, ഒരു കുടിൽ കെട്ടിയ ആൾക്കാർ ഇവിടെ താമസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ആരും മിസ് ചെയ്യരുത്, ഫുള്ള് കാണണം. ബാ. കൊല്ലം പൊന്മന കാട്ടിൽ മേൽക്കതിൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുകയാണ്. നമ്മൾ വന്നതും ഒരു ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. കൊല്ലത്തുനിന്ന് വന്ന സ്പെഷ്യൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. അപ്പോൾ ഉത്സവം ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ബസ്സുകളൊക്കെ സർവീസ് എടുത്ത് നമ്മളിങ്ങനെ ജങ്കാറിൽ കയറി വേണം അപ്പുറത്തോട്ട് ഇറങ്ങാൻ. തികച്ചും ഫ്രീ ആണ് ഈ ഒരു സർവീസ്. ഈ ഒരു കടവിൻ്റെ പേരെന്ന് പറയുന്നത് കൊട്ടാരത്തിൽ കടവ് എന്നാണ്. അങ്ങനെ കൊട്ടാരത്തിൽ കടവെന്ന് പേര് കിട്ടാനും ഒരു കാര്യമുണ്ട്, അത് ഞാൻ പതുക്കെ പറയാം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ള് കാണണം കേട്ടോ. പിന്നെ അപ്പുറത്ത് വള്ളത്തിൽ കുറച്ച് പേര് പോകുന്നുണ്ടോ, ആ ഒരു സൈഡിലായിട്ട് ഈ വള്ളത്തിൽ പോകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 5 മിനിറ്റ് യാത്ര ചെയ്ത് ഒരു വള്ളം കറക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട സമയമുള്ളൂ അപ്പുറത്തെ കടവിലെത്ത്. ഇങ്ങനെ വള്ളം നിർത്തുമ്പോൾ അവരൊരു കാര്യം പറയും, എല്ലാവരും കൂടി ഒരുമിച്ച് തള്ളരുതെന്ന് പറയും. ഒരുമിച്ച് എല്ലാവരും കൂടി ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരു സൈഡ് കൊണ്ട് വള്ളം അങ്ങ് ചരി. അതുകൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ച് പേരെ ഇറക്കിയതിന് ശേഷം ബാക്കിയുള്ളവർ ഇറങ്ങും. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് കടകളാണ് കേട്ടോ. ഇപ്പോൾ ഉത്സവമായിട്ട് ഇവിടെ വൃശ്ചികം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഈ കരിമ്പിൻ ജ്യൂസൊക്കെ കണ്ടില്ല. അങ്ങനെ മാത്രമല്ല, ഇത് കണ്ടോ, ഇത് പെരുമ്പാമ്പാണ് പുള്ളിയുടെ കയ്യിൽ ചുരുണ്ടിരിക്കുന്ന കണ്ട. ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, വേറെന്തോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. സംഭവം അത് പെരുമ്പാമ്പാണ്. പുള്ളി അതിനെ കൈ ചുരുട്ടി പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. ഇതൊരു പെറ്റ് ഷോ ആണ്. 30 രൂപയാണ് ടിക്കറ്റ്. പിന്നെ അതുപോലെ ഓരോ അഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ മരണക്കിണർ ബൈക്കിൻ്റെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പാർക്ക് കാര്യങ്ങൾ, ഇതകത്ത് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചൂട് ബജിയൊക്കെ കണ്ടില്ലേ. അങ്ങനെ ഫുള്ള് നല്ല തിരക്കിലും വൈബിലുമാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ചടങ്ങാണ്, കുടില് കെട്ടി താമസം. ഉത്സവത്തിന് ഇവിടെ വന്ന് ഇതുപോലെ കുടില് കെട്ടി താമസിക്കും. നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇവിടെയുള്ള വീടും ആൾക്കാരും ഇവിടുത്തെ ഒരു ഏരിയയാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇത് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് കുടില് കെട്ടി താമസിക്കുന്ന ഒരു ആചാരമാണ്. ഇവിടെ ഒരു ഉത്സവ സമയമാകുമ്പോൾ അവരുടെ ഒരു നേർച്ചയാണ്. ഇങ്ങനെ ഒരു ആചാരവും നമ്മുടെ വടക്കൻ കേരളത്തിൽ അങ്ങനെ ആരും കണ്ടു കാണത്തില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ കാട്ടിൽ മേൽക്കതിൽ ഭഗവതി ക്ഷേത്രം. ആൾക്കാരൊക്കെ വൈകുന്നേരമായിട്ട് ഓരോ കാര്യം കഥകളും എല്ലാമൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഇവർ ഈ ഉത്സവം തീരുന്നവരെ ഇവിടെ ഇങ്ങനെ കുടില് കെട്ടി താമസിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നവരിപ്പോൾ ഇവരെ റിലേറ്റീവ്സൊക്കെ വരികയാണെങ്കിൽ ഇവരെ വീടുകളിൽ പോയി സന്ദർശിക്കുന്നതാണ്. കണ്ടില്ലേ, കുറേ പേര് ഇങ്ങനെയൊക്കെ വന്ന് കണ്ട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളും കൂടി നമ്മൾ കണ്ടായിരുന്നു. അവിടെ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. അകത്തോട്ട് കയറാനുള്ള ക്യൂ ആണ് നമ്മുടെ ഫ്രണ്ടിൽ ഇതാ ഈ കാണുന്നത്. കണ്ടോ, ക്യൂ നല്ല നീളത്തിൽ കിടക്കുക. കണ്ടോ, ഇതിൻ്റെ വലത് സൈഡിൽ നമ്മുടെ കടലും ഇടത് സൈഡിൽ കായലുമാണ്. അതിന് ഇടയിൽ ചുറ്റിപ്പെട്ട ഒരു കുഞ്ഞു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്ന പ്ലേസ്. അപ്പം ഇതൊരു തുരുത്ത് കണക്കാണ്, കടലും കായലിൻ്റെ ഇടയ്ക്കായിട്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള വേറൊരു കഥയെന്ന് പറയുന്നത്, നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം മയക്കത്തിലായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം ഈ ഒരു സ്ഥലത്തെത്തിയപ്പം ദേവി ചൈതന്യം, ദേവി സാന്നിധ്യം ഇവിടെ അനുഭവപ്പെട്ട് അദ്ദേഹം വള്ളം ഇവിടെ കരയ്ക്കടുപ്പിച്ചു. ആ കരയ്ക്കടുപ്പിച്ച കടവാണ് നമ്മുടെ കൊട്ടാരത്തിൽ കടവ് എന്നിപ്പോൾ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ ഒരു കൊട്ടാരം പണിയെടുപ്പിക്കുകയുണ്ടായതിനു ശേഷം ഈ രാജാക്കന്മാർ ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാനായിട്ട്, അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ കടവ് എന്ന് പേര് വന്നത്. അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് വന്നപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നല്ലൊരു ദേവി ചൈതന്യമുള്ള ഒരു സ്ഥലമാണെന്ന്. അങ്ങനെ അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു പ്രശസ്തമായ ഒരു ക്ഷേത്രം ഇവിടെ ഭാവിയിൽ വരും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞ കഥകളിൽ നിന്നും ഉള്ള കേട്ടറിവിൽ നിന്നുമാണ് ഞാൻ പറഞ്ഞത്.
പിന്നെ ഈ മണികെട്ടൽ അത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ചടങ്ങാണ്. നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ച് ഇവിടെ വന്ന് മണി കെട്ടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ മണികെട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് മണികെട്ടായി ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതിന് അവിടെ വന്ന് രസീതെടുത്ത് കൊടുത്ത് ഒരു മണിയുമായിട്ട് നമ്മളകത്ത് കൊടുക്കുമ്പം അവരവിടെ നിന്ന് പൂജ ചെയ്ത് ഒരു ട്രേയിൽ, ഈ പല കളർ ട്രേ ഉണ്ടല്ലേ, അങ്ങനെ 3 കളർ ട്രേ ഉണ്ട്, പച്ച, നീല, ചുവപ്പ്. അങ്ങനെ പൂജിച്ച് ആ ട്രേ നമുക്ക് തരും. അപ്പം ആ ട്രേയിൽ ഇങ്ങനെ ഒരു മണിയും ചരടും കാണും, ചുമന്ന ചരട്. അത് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഈ ആലിന് ചുറ്റും വലത്ത് വെച്ച് എന്നിട്ട് വേണം അതിൽ കെട്ടാനുള്ളത്. അതിന് സൈഡിലായിട്ടൊരു കടലുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ഒരു സുനാമി അടിച്ചായിരുന്നു. ആ ഒരു സുനാമി അടിച്ച സമയത്ത് ക്ഷേത്രത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു മഹാത്ഭുതം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ പൂജ ചെയ്ത ആൾക്കാരുടെ പേര് വിളിച്ച് ഇങ്ങനെ മണിയൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഓരോ ട്രേക്കും ഓരോ ഏരിയ ഉണ്ട്. ഇപ്പം പച്ച ട്രേ ആണെങ്കിൽ അവരിവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ്. ഒരുപാട് പേര് വരുന്ന ക്ഷേത്രമല്ലേ. ഇങ്ങനെ പൂജാ സാധനങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. കണ്ടോ എന്തൊരു തിരക്കെന്ന് കണ്ടോ. നമ്മുടെ പ്രസാദവും എല്ലാം കിട്ടുന്ന ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രസാദവും വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ ഇങ്ങനെ ഈ ട്രേ ഇങ്ങനെ അടുക്കുന്നുണ്ടോ. ഇതെന്ന് വെച്ചാൽ ഇവർ മണി കെട്ടിയതിന് ശേഷം ഈ ട്രേ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ ട്രേ ഇവിടെ നിന്ന് സോർട്ട് ചെയ്ത് അതാത് ഏരിയയിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കും. അപ്പം പല കളറ് കാണും. അപ്പോൾ ഏത് കളറാണോ ആ കളർ ഒരുമിച്ച് വെച്ച് ഇതേ കണക്ക് അടുക്കിയിട്ട് അത് ഏത് സെക്ഷനിലാണോ കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അത് ഈ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏത് ട്രേയിലാണോ കൊടുക്കുന്നത് ആ ട്രേ പേര് വിളിക്കുന്നിടത്ത് പോയി നമ്മൾ ഈ മണി ഏറ്റുവാങ്ങണം, ഈ മരത്തിൽ കെട്ടാവണം. ഇത് പറ നിറയ്ക്കൽ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ. അങ്ങനെ ഇതിനും ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട്. പിന്നെ തോറ്റമ്പാട്ടും കാര്യങ്ങളുമൊക്കെ ഇവിടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ കണ്ട് ഒരുപാട് പേരിങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഈ കൂട്ടത്തിൽ ആ ഒരു അമ്മയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നല്ലതുപോലെ ആസ്വദിച്ച് കൈയൊക്കെ അടിച്ചിട്ട് കണ്ടില്ലേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഈ കാണിക്കയൊക്കെ കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കും. നമുക്ക് വേണമെങ്കിൽ കാണിക്ക കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കാൻ. കണ്ടില്ലേ, ഇങ്ങനെ സമർപ്പിച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങിയ ഫുള്ള് വൈബാണ് കേട്ടോ. അടിച്ചു പൊളിയാൻ. കണ്ടില്ലേ, കുലിക്ക് സർബത്ത്, അങ്ങനെ ആകെ ബഹളമാണ് ഇവിടെ. അടിച്ചു പൊളിക്കുകയാണ് പിള്ളേരെല്ലാം. രാത്രിയൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളുമായിട്ട് എപ്പോഴും പാട്ടും ഡാൻസും എല്ലാം തന്നെ. അങ്ങനെ ഇവിടെ ജ്യൂസ് കുടിയും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എല്ലായിടത്തും നല്ല തിരക്കും വൈബുമാണ്. പിന്നെ ഇവിടെ ബജിക്കടയാണ് അതിൻ്റെ ഇപ്പുറത്ത്. ബജിക്കടയും ഒരുപാടുണ്ട് കേട്ടോ. ഈ ഉത്സവമായിട്ട് ഈ ബജി സ്റ്റാളുകൾ അവിടെയെല്ലാം നല്ല തിരക്കും ഉണ്ട്. കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഇത്രയും ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ബജി വാങ്ങിച്ച് സോസൊക്കെ കൂട്ടി കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തുണ്ട് ഈ ഉരുളൻകിഴങ്ങ് മൊത്തത്തിൽ ഇട്ട് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്ത്. അതിപ്പോൾ ഒരു ഫാഷനാണ് കേട്ടോ എല്ലായിടത്തും. പിന്നെ ഇപ്പോൾ ഈ ഉത്സവ സ്ഥലത്ത് ഈ ബജി മാത്രമല്ല, അതിനോട് ഈ ഫ്രഞ്ച് ഫ്രൈസും അവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം ഇവിടെ ഇങ്ങനെ എഴുതിയും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ട്. നമ്മൾ ചൂട് ബജി ഇതാ കോരിയിട്ട് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട. അമ്പോ. അങ്ങനെ നമ്മൾ തിരിച്ച് കടവിലെത്തി. നമ്മുടെ ജങ്കാറിൽ കയറി തിരിച്ചു പോകാനുള്ള സമയമായി നമുക്കിപ്പം. അങ്ങനെ തിരിച്ചു പോയപ്പോൾ ഏതാണ്ട് ഇരുട്ട് വീണ് തുടങ്ങി. ഒരു 6 മണി സമയം കഴിഞ്ഞു. അങ്ങനെ 2 ജങ്കാറുണ്ട്. ഈ ജങ്കാറ് ഇപ്പുറത്തെ കടവിൽ നിന്ന് എടുത്ത് വലതേ സൈഡിൽ നിന്ന് വളച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. മറ്റേ ജങ്കാറ് ഇടത് സൈഡിൽ കൂടി വളച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്നത് കണ്ടില്ലേ. ഒരെണ്ണം ഇപ്പുറത്തൂടെ പോകുമ്പം മറ്റേ ജങ്കാറ് അപ്പുറത്ത് നാളെ എടുത്ത് ഇപ്പുറത്തെ കടവിലോട്ട് ഇങ്ങനെ വളഞ്ഞു വരുവാണ്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അത് വരുമ്പോൾ ഇത് പതുക്കെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങനെ കറക്കിയെടുത്ത് ഇത് ഈ കടവിൽ എത്തുമ്പം മറ്റേ വളച്ച് അപ്പുറത്തെ കടവിലെത്തും. അത്ര ദൂരേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പുറത്തെത്താം. കണ്ട, ഇതാണ് ജങ്കാർ ഓട്ടിക്കുന്ന അണ്ണ, അകത്തിരുന്ന് ഓട്ടിക്കുവാണ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ കടവിലെത്തി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, വണ്ടി കയറുന്നു, പോകുന്നു. അപ്പം ഏതായാലും നമ്മുടെ ഈ ഒരു
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം കണ്ടവർ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇറങ്ങുമ്പം അപ്പുറത്ത് വേറൊരു ക്യൂ ആണ് മലതിന്, കണ്ടില്ലേ? അവർ തിരിച്ചങ്ങോട്ട് കയറാനുള്ള ക്യൂ ആണ്. അത് നല്ല തിരക്കാണ് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. ഇപ്പം അങ്ങനെ അവരെല്ലാം കയറി പോയി കണ്ടിട്ട് വരട്ടെ. ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്.